ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 1. ഉണരുവാൻ നേരമായി. അനാദിയാണ് കാലം, നാം അതിൽ മാത്രകൾ മാത്രമാ. അതിനെ ചെപ്പിലാക്കിയിടാൻ ആശിച്ചാലാവതെങ്ങനെ. അതെ, കവി എം.എൻ. പാലൂര് ചൊല്ലിയതുപോലെ കാലം അതിൻ്റെ മഹാപ്രവാഹം തുടരുകയാണ്. അതിനെ പിടിച്ചുകെട്ടാനാകില്ലല്ലോ. അങ്ങനെ കലണ്ടറിലെ അവസാന താളും താണ്ടി ഒരു വർഷം കൂടി യാത്രാമൊഴി പറഞ്ഞു. ഇനി പുതിയ പ്രഭാതം. ആശങ്കകളും വ്യഥകളും പ്രതീക്ഷകളും നിറഞ്ഞതാണ് പുതിയ പ്രഭാതം. നാം ഇപ്പോൾ ഉറങ്ങുന്നത് പോലും പേടി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ്. ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗത്തും സമാനമായ സാഹചര്യം. ഇത്രയധികം തിന്മയും ക്രൂരതയും അലറി വിളിച്ചൊരു കാലം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ല. സർവസംഹാരാത്മകമായ പ്രവണതകൾ ഇന്ത്യയുടെ പല ഭാഗത്തും കണ്ടു. കന്യകമാർ വിലപ്പെട്ടതെല്ലാം അപഹരിക്കപ്പെട്ട് തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. കൊച്ചു മൺകൂരകൾ അതിലുറങ്ങിക്കിടക്കുന്നവരടക്കം ചുട്ടരിക്കപ്പെടുന്നു. മതവിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ വിഷം ചീറ്റിയടിക്കുന്നു. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും ആശുപത്രികളിലും പോലും ബോംബുകൾ പൊട്ടിത്തെറിക്കുന്നു. തെരുവുകളിൽ മനുഷ്യരക്തം ചാലിടുന്നു. ശലഭങ്ങളായി പാറി നടക്കേണ്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഓമനമുഖം നെടുകെ പിളർന്ന് ചോര വാർന്നൊലിക്കുന്നു. എത്രയെത്ര കുട്ടിക്കിനാക്കളെ കൊന്നൊടുക്കി. ഇവിടെ നിലവിളികൾ നിലയ്ക്കുന്നില്ല. 2024 പിറന്നു വീഴുമ്പോൾ ലോകം വിറങ്ങലിച്ചു നിൽക്കുകയാണ്. എങ്കിലും ഓരോ പുതിയ പുലരിയും അവശേഷിക്കുന്നവർക്ക് ഉണർന്നേ പറ്റൂ. തിന്മകളുടെ കരാളതകൾക്കെതിരെ ലോകമെങ്ങും ആഞ്ഞടിക്കുന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് കൂടുതൽ ഉന്മേഷത്തോടെ നമുക്കുണരാം. ഇരുട്ടിൻ്റെ നെടുങ്കോട്ടകൾ തകരുമെന്നും ഒരു പുതിയ കാലം നവാഹ്ലാദം പിറക്കുമെന്നും പ്രതീക്ഷിക്കാം. ഇന്ത്യയിൽ ഈ വർഷം നടക്കുന്ന പൊതുതെരഞ്ഞെടുപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനം. വർത്തമാനകാല ഇന്ത്യ നേരിടുന്ന കനത്ത വെല്ലുവിളിയായ തീവ്ര ഹിന്ദുത്വത്തിൻ്റെ ഉന്മാദത്തെ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തി ചെറുക്കാനുള്ള അവസരം. ഹിന്ദുത്വ ഇന്ത്യയുടെ നിർമ്മിതിക്കായുള്ള എല്ലാ നീക്കങ്ങളെയും എതിർത്ത് പരാജയപ്പെടുത്തുവാനുള്ള ജനാധികാരത്തിൻ്റെ കരുത്ത് ഉറപ്പാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ പരമപ്രധാനമാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ നിലനിർത്താനും മതനിരപേക്ഷ ഇടം വീണ്ടെടുത്തും സംരക്ഷിച്ചും ബഹുത്വമാണ് ഇന്ത്യയുടെ മഹത്വമെന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടുന്ന സുവർണാവസരമാണിത്. നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് ഈ മൂല്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടന സംരക്ഷിക്കാൻ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം. മതം വ്യക്തിജീവിതത്തിൻ്റെ ഭാഗമാണെന്നും രാഷ്ട്രീയ ജീവിതത്തിൽ അതിന് സ്ഥാനമില്ലെന്നും ഉള്ള ഉറച്ച നിലപാടെടുക്കാൻ എല്ലാ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കും കഴിയണം. ഈ തെരഞ്ഞെടുപ്പിലെ ഫലം നിർണ്ണയിക്കുക കൃത്യമായ ഈ നിലപാടാകും. അല്ലാതെ തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടലല്ലെന്ന് കോൺഗ്രസ് തിരിച്ചറിയണം. ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനും രാജ്യത്തെ മനുസ്മൃതിയിലേക്ക് മടക്കിക്കൊണ്ടുപോകാനും ഏറ്റവും വലിയ തടസ്സമായി സംഘപരിവാർ കാണുന്നത് ഭരണഘടനയെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാ മൂല്യങ്ങളെ ഓരോ ദിവസവും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. ആര്യമാർഷം എന്നീ വിശേഷണങ്ങളൊക്കെ ചാർത്തി ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ആഴവും പരപ്പും പകിട്ടും മറയ്ക്കാനും അതിനെ ഏകശിലാരൂപമാക്കാനും സംഘപരിവാർ ശക്തികൾ തീവ്രമായി ശ്രമിക്കുകയാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രങ്ങളാണെന്നും മുസ്ലിങ്ങളും മറ്റു മതന്യൂനപക്ഷങ്ങളും ഹിന്ദു രാഷ്ട്രമായ ഇന്ത്യയിൽ രണ്ടാം തരം പൗരന്മാരാണെന്നും ഹിന്ദു മഹാസഭയുടെ 1937 വാർഷിക സമ്മേളനത്തിൽ സവർക്കർ പറയുകയുണ്ടായി. ജർമ്മനിയിൽ ഹിറ്റ്ലർ ജൂതന്മാരോട് ചെയ്തത് ഇവിടെ അഹിന്ദുക്കളോട് കാണിക്കണമെന്ന് ഗോൾവാൾക്കറും പറഞ്ഞു. ഈ ലക്ഷ്യത്തോടെയാണ് ഭരണഘടനയ്ക്കെതിരായ നീക്കം. 1992 ഡിസംബർ 6 അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തതോടെ സംഘപരിവാർ നീക്കങ്ങൾക്ക് ഭ്രാന്തവേഗമായി. മുസ്ലിം വിരോധം ശക്തി പ്രാപിച്ചു. 2002 ഗുജറാത്ത് വംശഹത്യാ പരീക്ഷണം മറ്റൊരു ഘട്ടം. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി BJP അധികാരത്തിൽ വന്നതോടെ ഹിന്ദുത്വ അജണ്ടകൾക്ക് വേഗം കൂടി. 2019 മോദി വീണ്ടും വന്നതോടെ ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്കുള്ള നീക്കം തീവ്രമായി. കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും താഴ്വരയെ വിഭജിച്ചതും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കാൻ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നതുമെല്ലാം ജനങ്ങളെ ചേരിതിരിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. മസ്ജിദ് പൊളിച്ചെടുത്ത് രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഉദ്ഘാടനം സർക്കാർ ചെലവിൽ നടത്തുന്നതും ഭരണഘടനാ മൂല്യങ്ങളുടെ മതനിരപേക്ഷതയുടെ അട്ടിമറി തന്നെ. ഇന്ത്യയുടെ ഈ ചിത്രത്തിന് ഒരു മറുപുറം കൂടിയുണ്ട്. ഭരണകൂടവും കോർപ്പറേറ്റ് ധനമൂലധനവും ഹിന്ദുത്വ വർഗീയതയും ചേർന്നുള്ള കൂട്ടുകെട്ടാണത്. ഈ കൂട്ടുകെട്ട് നടപ്പാക്കുന്ന നവലിബറൽ സാമ്പത്തിക നയം അക്ഷരാർത്ഥത്തിൽ നാടിൻ്റെ വിഭവങ്ങൾ കൊള്ളയടിച്ചു തീർക്കുന്നു. കൊടിയ അസമത്വം, സാമ്പത്തിക തകർച്ച, രൂക്ഷമായ തൊഴിലില്ലായ്മ, പട്ടിണി, വിലക്കയറ്റം എന്നിവയൊക്കെ ഈ നയത്തിൻ്റെ പ്രത്യാഘാതങ്ങളാണ്. ഇവിടെയാണ് ഈ വർഷം ഇന്ത്യക്ക് നിർണായകമാകുന്നത്. അന്ധകാര യുഗത്തിൻ്റെ അസുരകാലത്തേക്ക് നമ്മുടെ രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അനുവദിച്ചുകൂടാ. നന്മയും ശക്തിയും സ്നേഹവും കൊണ്ട് നമുക്ക് നമ്മുടെ നാടിനെ പുതുക്കി പണിയാം.
കേരളത്തിൻ്റെ പ്രകാശ സാന്നിധ്യം എവിടെയും ഉണ്ടാകും. എല്ലാ ഇന്ത്യക്കാരോടുമായി പറയട്ടെ, ഉണരുവാൻ നേരമായി. ജനമനസ്സുകളിൽ പുതിയൊരു സവിതാവ് ഉദയം കാക്കുന്നുണ്ട്. എല്ലാവർക്കും ദേശാഭിമാനിയുടെ പുതുവർഷാശംസകൾ.